വെൽക്കം ടു മൈ ന്യൂ യൂട്യൂബ് ചാനൽ. ഇത് എൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. എല്ലാവരും ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ ഇഞ്ചിക്കറിക്ക് ആവശ്യമായ സാധനങ്ങൾ: ഇഞ്ചി ഞാൻ കഴുകി വൃത്തിയായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇഞ്ചി, വെളിച്ചെണ്ണ, പുളി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടിയും മുളക് പൊടിയും 2 ടേബിൾ സ്പൂൺ വീതം എടുത്തിട്ടുണ്ട്. പിന്നെ ഉലുവാപ്പൊടി, ഉപ്പ്, കറിവേപ്പില, ചുമന്ന മുളക്, കടുക്, കായം. ഇത്രയാണ് നമുക്ക് ഈ ഇഞ്ചിക്കറിക്ക് ആവശ്യമായ സാധനങ്ങൾ. ഇനി എങ്ങനെയാണ് ഇഞ്ചിക്കറി ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാൻ പാൻ അടുപ്പത്ത് വെച്ച് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നേരത്തെ നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ഇഞ്ചിയെല്ലാം ഇട്ട് വറുത്ത് കോരി എടുക്കുന്നുണ്ട്. വറുത്ത് കോരി എടുത്തതിന് ശേഷമാണ് ബാക്കി നമുക്ക് ഇഞ്ചിക്കറി ഉണ്ടാക്കുന്നത്. അതിന് മുന്നേ ഞാൻ നേരത്തെ എടുത്തു വെച്ചിരുന്ന പുളിയുണ്ടല്ലോ, പുളി ഒരു ബൗളിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് വളരെ പെട്ടെന്ന് അത് പിഴിഞ്ഞെടുക്കാൻ വേണ്ടിയാണ് വെള്ളത്തിലിട്ട് നമ്മൾ കുതിർത്ത് വയ്ക്കുന്നത്. ഇത് ഒരു 5 മിനിറ്റ് മതിയാകും. ഇതിനെ ഇതുപോലെ ഒന്ന് വറുത്ത് കോരി എടുക്കുക, കരിഞ്ഞു പോകരുത്. ഇഞ്ചി വറുത്ത് ഞാൻ കോരി വെച്ചിട്ടുണ്ട്. ഇനി തണുത്തതിന് ശേഷം നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നല്ലവണ്ണം അരച്ചെടുക്കാം. ഞാൻ ഇഞ്ചി അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളൊരു പാനിൽ നമ്മൾ നേരത്തെ ഇഞ്ചി വറുത്ത് കോരിയ വെളിച്ചെണ്ണ ഉണ്ടല്ലോ, അധികം അത് നമുക്ക് കളയണ്ട. അത് നമ്മൾ അടുപ്പിൽ വെച്ച് ചൂടാക്കിയതിന് ശേഷം അതിൽ കുറച്ച് കടുകിടാം. കടുകെല്ലാം നല്ലവണ്ണം പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് മുളക്, ചുമന്ന മുളകിടാം. വറ്റൽമുളക് ഒന്ന് ചുമന്ന് വന്നതിന് ശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ടതിന് ശേഷം ചെറിയ തീയിൽ മതി നമുക്ക് ഇഞ്ചി ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ. ഇനി നമ്മൾ നേരത്തെ ബാക്കിയുണ്ടായിരുന്ന എണ്ണയിൽ കടുകും ചുമന്ന മുളകും കറിവേപ്പിലയും എല്ലാം ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുത്തതിന് ശേഷം അരച്ച് വെച്ചേക്കുന്ന ഇഞ്ചി ഇതിലിട്ട് കൊടുക്കാം. ഇതുപോലെ ഒന്ന് ഇളക്കുക. ഇട്ടതിന് ശേഷം നല്ലവണ്ണം ഒന്ന് ഇളക്കുക. ചെറിയ തീയിൽ മതി. നല്ലവണ്ണം ഇളക്കിയതിന് ശേഷം നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഉപ്പ്, മുളക്, മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ട് കൊടുക്കാം. ഉലുവാപ്പൊടി ലാസ്റ്റ് ഇട്ടാൽ മതി. ഉപ്പും മുളകും മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയും കൂടെ അതിനകത്തിട്ട് നല്ലവണ്ണം ഒന്ന് ചൂടാക്കണം. കരിഞ്ഞു പോകരുത്. ഇതുപോലെ നല്ലവണ്ണം ഒന്ന് ഒരു 2 മിനിറ്റ് ചൂടാക്കിയാൽ മതി. നിങ്ങൾക്ക് ഒരു കഷ്ണം ഇഞ്ചി കിട്ടിയാൽ നമുക്കിതുപോലെ ഇഞ്ചിക്കറി ഉണ്ടാക്കാം. എനിക്കിപ്പോൾ ഞാൻ കൃഷി ചെയ്ത സ്ഥലത്ത് നിന്ന് കുറച്ച് ഇഞ്ചി കിട്ടി, അതാണ് ഞാനിപ്പോൾ ഇഞ്ചിക്കറി ഉണ്ടാക്കാൻ എടുത്തത്. ഇപ്പോൾ ഓണമൊക്കെ വരെയല്ലേ, അപ്പോൾ നമുക്ക് ഇഞ്ചിക്കറി ആവശ്യമായിട്ട് വരുമല്ലോ. അല്ലെങ്കിലും നമ്മൾ ഇഞ്ചിക്കറി ഉണ്ടാക്കിയാൽ നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വളരെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ്. അച്ചാറിൽ എനിക്കിവിടെ ഇഞ്ചിക്കറി വളരെ ഇഷ്ടമാണ്. അപ്പോൾ നമ്മളിതുപോലെ ഒന്ന് നല്ലവണ്ണം ഇളക്കി എല്ലാം യോജിപ്പിച്ച്, ഇനി നമ്മൾ നേരത്തെ ഒരു കഷ്ണം പുളി ഇട്ടിട്ടുണ്ടായിരുന്നില്ല, അത് പിഴിഞ്ഞതിന് നമുക്ക് ഇതിൽ കുറച്ച് വെള്ളം നല്ലവണ്ണം പിഴിഞ്ഞത് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കുക, നല്ലവണ്ണം ഇളക്കി. ഇനി തീയൊന്ന് നമുക്ക് കൂട്ടി വെച്ച് കൊടുക്കാം. ഞാൻ നേരത്തെ തീ കുറച്ചാണ് വെച്ചിരുന്നത്, ഇനിയിപ്പോൾ കൂട്ടി വയ്ക്കാം. ഒന്ന് നല്ലവണ്ണം ഇളക്കാം. അപ്പോൾ ഇഞ്ചി നല്ലവണ്ണം തിളച്ച് വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉലുവാപ്പൊടി, നമ്മൾ നേരത്തെ എടുത്ത് വെച്ചേക്കുന്ന കുറച്ച് ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കുക. അതും നല്ലവണ്ണം യോജിപ്പിക്കുക.
അതിനുശേഷം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക. ചിലർ കുറച്ച് ശർക്കരയാണ് ഇട്ട് കൊടുക്കണം. ഞാനിപ്പം പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഞാനിപ്പം പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നല്ലവണ്ണം യോജിപ്പിക്കുക. എന്നിട്ട് തീ ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തതിന് ശേഷം നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഞാനൊരു പാത്രത്തിലേക്ക് ഇഞ്ചിക്കറി കോരി വെച്ചിട്ടുണ്ട്. നിങ്ങളും ഇതുപോലെ ഉണ്ടാക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ ഇഞ്ചിക്കറി നല്ലവണ്ണം തണുത്തിട്ടുണ്ട്. ഇനി നമുക്കതിനെ ഒരു ബോട്ടിലിലോട്ട് മാറ്റാം. ഞാൻ ബോട്ടിലിലോട്ട് മാറ്റിയിട്ടുണ്ട്. നിങ്ങൾക്കും ഇതുപോലെ ഒരു ഇഞ്ചിക്കറി വയ്ക്കാവുന്നതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.